എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ രുചികരമായ 4 മണി പലഹാരമാണ്. പുറം ഭാഗം ക്രിസ്പിയും ഉൾവശം സോഫ്റ്റുമായ ഈ പലഹാരം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അധികം സമയമെടുക്കാതെ കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഈ രുചികരമായ പലഹാരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓവർനൈറ്റ് കടല കുതിർത്ത് വെച്ചിരുന്നു 1 കപ്പ്. അത് മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായി അരച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇതിന് രുചി കൂട്ടാനായി ഒരു സബോള അരിഞ്ഞത്, 1 പിടി മല്ലിയില, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കടലയുമായി ചേർക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ അത് മിക്സ് ചെയ്തതിന് ശേഷം ഈ കൂട്ടൊന്ന് ടൈറ്റ് ആകണം. ഇത് ടൈറ്റ് ആകാൻ വേണ്ടി 1 കപ്പ് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ 1 കപ്പ് റൊട്ടിപ്പൊടിയോ ഇതിലേതെങ്കിലും ഒന്ന് ഈ ബാറ്ററിനകത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ് നല്ലതായിട്ട് നടക്കണം. എല്ലായിടത്തും എല്ലാം ഒരുപോലെ ചേർന്ന് വരണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞത് ചേർക്കുക. നാരങ്ങയുടെ ചേരുമ്പോൾ ഇതിന് നല്ല രുചി കൂടും. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം തുറന്നിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് വീണ്ടും നല്ലതായിട്ട് ഇളക്കുക. ഒരു 2-3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. അതുപോലെ ഇങ്ങനെ ഇളക്കുമ്പോൾ അരയാതെ കിടക്കുന്ന കടലയോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ എണ്ണയിൽ ഇതിടുമ്പോൾ ബോൾസ് പൊട്ടിപ്പോകാനിടയുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനായി വളരെയധികം ആരോഗ്യ ഗുണമുള്ള 1 ടീസ്പൂൺ എള്ളും കൂടി ചേർക്കുക. എള്ളും കൂടെ ചേർത്ത് നന്നായി ഇളക്കണം. ഇളക്കിയ ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരാം. എണ്ണ നല്ലതായിട്ട് ചൂടാകണം. ഇട്ട് കഴിഞ്ഞ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അങ്ങനെ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇത് തനിയെ തിരിയാൻ തുടങ്ങും. നമ്മൾ തവിയിട്ട് ഒത്തിരി കുത്തരുത്, അപ്പോഴത് പൊടിഞ്ഞൊക്കെ പോകും. അത് തനിയെ തിരിയാൻ തുടങ്ങും. അങ്ങനെ പുറം ഭാഗം ബ്രൗൺ കളറാകുമ്പോൾ ഇത് വറുത്ത് കോരണം. ഇവിടെ പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായ പലഹാരം റെഡിയായി. ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനിത് വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.